നമ്മളുടെ കസ്റ്റമേഴ്സിനെ 3 തരംതിരിക്കണം. ഒന്നാമത്തതാണ് യുവർ ടോപ്പ് 20%, രണ്ടാമത്തതാണ് യുവർ ബോട്ടം 20%, മൂന്നാമത്തതാണ് യുവർ മിഡിൽ 60%. എന്ത് ചെയ്യണം? ബ്ലാക്ക് ലിസ്റ്റ് യുവർ ബോട്ടം 20. 1 ഡേ പ്രോഗ്രാമിൽ വരുന്നു. രാവിലെ തൊട്ട് രാത്രി വരെ തൊണ്ടയിട്ട് അലച്ചിട്ട് ഞാൻ പറയാണ് കിങ്സ് ക്ലബിലേക്ക് വരണം. മൈൻഡ് ചെയ്യുന്നില്ല. യു ആർ ബ്ലാക്ക് ലിസ്റ്റഡ്. കാരണം എന്താ? യു ബിലോങ് ടു ദിസ് ബോട്ടം 20%. എന്നോട് അടുത്തത് തുടങ്ങുന്ന പറഞ്ഞ ആരാ? മൈ ടോപ്പ് 20. അതിൽ വന്ന ടോപ്പ് 20 കിങ്സ് ക്ലബിലേക്ക് വന്നു. അതിലെ ടോപ്പ് 20 കിങ് മേക്കേഴ്സിൽ വന്നു. അതിലെ ടോപ്പ് 20 ഇൻവെസ്റ്റേഴ്സിലേക്ക് വന്നു. അതിലെ ടോപ്പ് 20 അടുത്ത ക്ലബിലേക്ക് വരും. കാരണം ഐ ഡോണ്ട് വാണ്ട് ടു ഡു ബിസിനസ് വിത്ത് ദിസ് ബോട്ടം 20%. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ? യു ആർ ട്രൈങ് ടു കൺവേർട്ട് ദിസ് ബോട്ടം 20 ഇൻ ടു ടോപ്പ് 20. ഇവനെ നന്നാക്കാൻ നടക്കുക നിങ്ങൾ. നടന്നു. ഇവൻ പറയുന്നത് കേട്ടോണ്ടാ നിങ്ങൾ വില കൂട്ടാത്തെ. ഇവൻ പോകുമെന്ന് പേടിച്ചാ നിങ്ങൾ ഇരിക്കുന്നേ. ഇവൻ്റെ ബിസിനസ് കുറയുമോ എന്നാണ് നിങ്ങളുടെ പേടി. ഇവൻ പോകുമ്പോൾ അവിടേക്ക് ഇവർ വന്ന് നിറയും. ഇവർ വരാത്ത എന്താ? സ്ഥലമില്ല വരാൻ. ഇവനെ ഇറക്കി വിട്ടേ, അന്ന് ഇവർ വരും. പ്രീമിയത്തിലേക്ക് മാറാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നല്ലോ. മാറിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഇത് മൊത്തം പോയി ആണോ? ഇവൻ്റെ പെയിൻ എന്താണെന്ന് കണ്ടെത്തുക, അത് നിങ്ങളുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റാക്കി മാറ്റുക. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ നിലവിലെ കസ്റ്റമേഴ്സിൽ ടോപ്പ് 20 കസ്റ്റമേഴ്സിൻ്റെ നിലവിലെ പെയിൻ എന്താണെന്ന് കണ്ടെത്തുക, അത് നിങ്ങളുടെ അടുത്ത പ്രൊഡക്റ്റാക്കി മാറ്റുക. റിഫ്ലക്ഷൻ. ടേൺ കസ്റ്റമേഴ്സ് പ്രോബ്ലം ഇൻ ടു യുവർ നെക്സ്റ്റ് പ്രൊഡക്റ്റ്.